വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ പാർട്ട് 2, പുതിയ SCERT പാർട്ട് 2-ലെ 7ാമത്തെ ചാപ്റ്ററാണ് മാറ്റങ്ങളുടെ ലോകം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇതിൽ നമുക്ക് കുറച്ച് ടേബിളുണ്ട് പഠിക്കാനായിട്ട്. അത് മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് മാത്രം നമുക്ക് നോക്കാം, വെറുതെ ചുമ്മാ സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ. ഭൗതിക മാറ്റം, ഫിസിക്കൽ ചേഞ്ച്. പദാർത്ഥങ്ങളുടെ വലിപ്പം, ആകൃതി, അവസ്ഥ തുടങ്ങിയ ഭൗതിക സ്വഭാവങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ് ഭൗതിക മാറ്റം. വികസിക്കുന്നതും ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതുമെല്ലാം ഭൗതിക മാറ്റങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ആകൃതിയോ അല്ലെങ്കിൽ വലിപ്പമോ അവസ്ഥയിലോ മാറ്റം വരുന്നതാണ് ഭൗതിക മാറ്റം എന്ന് പറയുന്നത്. ഇവ മൂലം പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല. ചില ഭൗതിക മാറ്റങ്ങൾ നടക്കുമ്പോൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നു. ഭൗതിക മാറ്റങ്ങൾ എങ്ങനെയുള്ളവയാണ്? താൽക്കാലിക മാറ്റങ്ങളാണ്. അപ്പോൾ ഇവിടെ വേണ്ടത് ഭൗതിക മാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? വലിപ്പമോ ആകൃതിയോ അവസ്ഥയോ അങ്ങനെ ഭൗതിക സ്വഭാവങ്ങൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നതിനെയാണ് ഭൗതിക മാറ്റം എന്ന് പറയുക. അതുപോലെ തന്നെ വികസിക്കുന്നതും ഉരുകുന്നതും പൊട്ടുന്നതും ഒക്കെ കീറുന്നതും ഒക്കെ ഭൗതിക മാറ്റങ്ങളാണ്. അവ മൂലം പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഭൗതിക മാറ്റങ്ങൾ എങ്ങനെയുള്ളവയാണ്? താൽക്കാലിക മാറ്റങ്ങളാണെന്ന് പറയുന്നു. ഇനി എന്താണ് റീസൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ? അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കവറുകൾ, മറ്റ് പ്ലാസ്റ്റിക് വസ്തുക്കൾ എന്നിവ വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇവയിൽ പലതും നമുക്ക് പുതിയ വസ്തുക്കളാക്കി നിർമ്മിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇരുമ്പോ പിച്ചള അതുപോലെ അലുമിനിയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ റീസൈക്കിൾ ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ ചെറിയ പിക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ വേസ്റ്റ് മെറ്റീരിയലിൽ നിന്ന് നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു. ഇനി എന്താണ് റീയൂസ് എന്ന് പറഞ്ഞാൽ? ഉപയോഗശൂന്യമായ പല വസ്തുക്കളും മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പുനരുപയോഗം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ചില പിക്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് പഴയ ടയറൊക്കെ വെച്ച് നമുക്ക് ചെടിച്ചട്ടി പോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാം. പ്രകൃതിയെ സംരക്ഷിക്കാം. പ്ലാസ്റ്റിക് കത്തുമ്പോൾ ജീവജാലങ്ങൾക്ക് ഹാനികരമാകുന്ന വിഷവാതകങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്ലാസ്റ്റിക് വലിച്ചെറിയാതെയും കത്തിക്കാതെയും പുനരുപയോഗത്തിനും പുനർനിർമ്മാണത്തിനും നൽകുന്നത് പ്രകൃതി സംരക്ഷണ പ്രവർത്തനമാണ്. ഭൗതിക മാറ്റങ്ങൾ ശരിയായി ഉപയോഗപ്പെടുത്തി പ്രകൃതിയെ സംരക്ഷിക്കൂ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് രാസമാറ്റം എന്താണെന്നാണ്. കെമിക്കൽ ചേഞ്ച്. അപ്പോൾ നമ്മൾ ഭൗതിക മാറ്റം പറഞ്ഞു, അടുത്താണ് രാസമാറ്റം. രാസമാറ്റം ഉണ്ടാകുമ്പോൾ പദാർത്ഥത്തിൻ്റെ രാസഗുണങ്ങളിൽ മാറ്റം ഉണ്ടാവുകയും പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത്തരം മാറ്റം നടക്കുമ്പോൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നുണ്ട്. ഇവിടെ രാസമാറ്റങ്ങൾ എന്താണ്? സ്ഥിരമാറ്റങ്ങളാണ്. ഭൗതിക മാറ്റങ്ങൾ താൽക്കാലിക മാറ്റങ്ങളായിരുന്നുവെങ്കിൽ രാസമാറ്റം എന്താണ്? സ്ഥിരമാറ്റമാണ്. പുതിയ ഒരു പദാർത്ഥം ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ വ്യത്യാസം. ഇനി നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന രാസമാറ്റം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? നമ്മുടെ ആഹാരം ദഹിക്കുന്നു, അല്ലേ? ചെമ്പ് പാത്രങ്ങളിൽ ക്ലാവ് പിടിക്കുന്നു, ഇരുമ്പ് തുരുമ്പിക്കുന്നു, തൈര് പുളിക്കുന്നു, പൂത്തിരി കത്തുന്നു. ഇതൊക്കെ രാസമാറ്റങ്ങൾക്ക് ഉദാഹരണമാണ്. തുരുമ്പ് എന്താണെന്ന് നോക്കാം. ഇരുമ്പ് വായുവിലെ ഈർപ്പവും ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് തുരുമ്പുണ്ടാവുന്നത്. എണ്ണ പുരട്ടിയോ പെയിൻറ് ചെയ്തോ ഈ ഇരുമ്പ് സാധനങ്ങൾ തുരുമ്പ് പിടിക്കുന്നത് നിയന്ത്രിക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇരുമ്പിന് വായുവുമായിട്ടുള്ളൊരു സമ്പർക്കം, അതൊരു കോണ്ടാക്റ്റ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അതുകൊണ്ട് അത് നമുക്ക് സംരക്ഷിക്കാനായിട്ട് പറ്റും. ഒരു ബേസിക് ഒരു ഫാക്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ നമ്മൾ പറഞ്ഞു പൂത്തിരി കത്തുന്നത് എന്താണെന്ന് പറഞ്ഞു? കെമിക്കൽ ചേഞ്ചാന്ന് പറഞ്ഞു, അല്ലേ? നോക്കാം. പൂത്തിരിയിൽ രാസപദാർത്ഥങ്ങൾ ഉണ്ടല്ലോ, ഇതിൽ രാസോർജ്ജം അടങ്ങിയിരിക്കുന്നു. പൂത്തിരിയിലെ പദാർത്ഥങ്ങൾ മാത്രമല്ല, എല്ലാ പദാർത്ഥങ്ങളിലും രാസോർജ്ജമുണ്ട്. പൂത്തിരി കത്തുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന രാസോർജ്ജമാണ് ശബ്ദവും പ്രകാശവും താപവും എന്നീ ഊർജ്ജരൂപങ്ങളായിട്ട് മാറിയത്. ഇനി എന്താണ് പ്രകാശ സംശ്ലേഷണം എന്ന് നോക്കാം. നമുക്കറിയാം സസ്യങ്ങൾ വളരാനായിട്ട് വേണ്ടൊരു കാര്യമാണ് പ്രകാശ സംശ്ലേഷണം, അല്ലേ? സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്ന പ്രക്രിയയാണ്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നോക്കാം. പ്രകാശ സംശ്ലേഷണത്തിലൂടെ സസ്യങ്ങൾ നിർമ്മിക്കുന്ന ആഹാരമാണ് ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ. അതിൽ രാസോർജ്ജം ഉണ്ടോ? രാസോർജ്ജം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഫോട്ടോസിന്തസിസ്? സസ്യങ്ങൾ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ജലവും കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ച് ഹരിതകത്തിൻ്റെ സഹായത്താൽ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയ പറയുന്നത്? പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു. മിന്നാമിനുങ്ങ്. രാത്രിയിൽ മിന്നാമിനുങ്ങൾ പ്രകാശിക്കുന്നത് കണ്ടിട്ടില്ലേ? അവയുടെ ശരീരത്തിലെ ചില രാസവസ്തുക്കളാണ് ഈ പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്നത്. മിന്നാമിനുങ്ങ് പ്രകാശിക്കുമ്പോൾ രാസോർജ്ജം എന്തായിട്ട് മാറുന്നു? പ്രകാശോർജ്ജമായിട്ട് മാറുന്നു. മിന്നാമിനുങ്ങ് പ്രകാശിക്കുമ്പോഴുള്ള ഊർജ്ജ പരിവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ രാസോർജ്ജമാണ് ഇവിടെ പ്രകാശോർജ്ജമായിട്ട് മാറുന്നത്. ഇനി ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഊർജ്ജമാറ്റവും ഊർജ്ജനഷ്ടവും. അപ്പോൾ ഓരോരോ ബൾബുകളല്ലേ, ഫിലമെൻ്റ് ലാമ്പ്, അതുപോലെ ഫിലമെൻ്റ് ബൾബ്, CFL, LED ബൾബ്, ഇത്തരം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു 60 വാട്ടിൻ്റെ ഫിലമെൻ്റ് ബൾബ് എടുത്താൽ അതിൽ വൈദ്യുതി ഉപയോഗം കൂടുതലായിരിക്കും, താപോർജ്ജം വളരെ കൂടുതലായിരിക്കും.
CFL 20 വാട്ടിൻ്റെ ആണെങ്കിലോ വൈദ്യുതി ഉപയോഗം കുറവും താപോർജ്ജം കുറവുമായിരിക്കും. അതേസമയം ഒരു LED ബൾബാണ് 9 വാട്ടിൻ്റെ LED ബൾബാണെങ്കിൽ വൈദ്യുതി ഉപയോഗം വളരെ കുറവും താപോർജ്ജം വളരെ കുറവായിരിക്കും എന്നാണ് പറയുന്നത്. ഇത് വളരെ വളരെ ബേസിക് ആയിട്ടുള്ളൊരു ചാപ്റ്റർ തന്നെയാണ്. നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ ചാപ്റ്ററിൽ അടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് മുൻ ക്ലാസ്സുകൾ കണ്ടുപോവുക, ഒരു ഓർഡറിൽ തന്നെ കണ്ടുപഠിക്കുക. അപ്പോൾ താങ്ക് യു.